ദുരന്തങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ബില്ല് ഈടാക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം. 2006-നും 2024-നും ഇടയിൽ കേരള സർക്കാരിൽ നിന്ന് 132.61 കോടി രൂപയുടെ ബില്ലുകൾ പിരിച്ചിരുന്നു. IAF നടത്തുന്ന ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുകൾ ഈടാക്കുന്നത് സംബന്ധിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഇപ്പോൾ അബ്ദുൾ റഷീദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, അതായത് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത് വരുന്ന ചെലവുകൾ അത് സംസ്ഥാനത്തിന് മേൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കമാണിപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇതാണ് ബ്രിട്ടാസ് MP ഇന്ന് സഭയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള മറുപടിയായിരുന്നു ഇങ്ങനെ. ഭദ്ര, തീർച്ചയായും ദുരന്ത മുഖത്ത് പോലും സംസ്ഥാനങ്ങളോട് വലിയ അവഗണന തുടരുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ദുരന്ത മുഖത്ത് വ്യോമസേന നൽകുന്ന സഹായങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അതാത് സംസ്ഥാന സർക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നയം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2006-നും 2024-നും ഇടയിൽ കേരള സംസ്ഥാന സർക്കാരിൽ നിന്നും 132.61 കോടി രൂപയുടെ ബില്ലുകൾ പിരിച്ചെടുത്തതായും ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ സഹായത്തിനടക്കം കേരള സംസ്ഥാന സർക്കാരിൽ നിന്നും ബിൽ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. എയർലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങളുടെ അടക്കമുള്ള ചിലവുകൾ സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചിട്ടുള്ള മറുപടിയിൽ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളുടെ ചിലവുകൾ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് ഖേദകരമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ കേരളം അടക്കമുള്ള വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ വിവിധ വിഷയങ്ങളിലടക്കം ഇത്തരത്തിൽ ഒരു അവഗണന നേരിടുന്ന അല്ലെങ്കിൽ അവഗണന തുടരുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വയനാടിന് പ്രത്യേക ധനസഹായം നൽകണമെന്നൊക്കെ തന്നെയും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലും ഇത്തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തുക അനുവദിക്കാത്ത ഒരു നിലപാട് ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ദുരന്ത മുഖത്ത് ഇന്ത്യൻ വ്യോമസേന നൽകുന്ന സഹായങ്ങൾക്ക് ബില്ല് ഈടാക്കുന്ന ഒരു നടപടി ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്.